ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം. ഏത് പാർട്ടിയായാലും ഈ നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല. ജനാധിപത്യത്തിൻ്റെ നാശം ഏതാണ്ട് പൂർണ്ണമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിലും കടന്ന് ഏകാധിപത്യ പ്രവണത വളരെയധികം രൂക്ഷമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടി അവരവർ വിശ്വസിക്കുന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കുക എന്നുള്ളത് വളരെ ഈസിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തുടർഭരണം ആപത്താണ് എന്ന നിലപാടിൽ ഉറച്ച് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. ജനാധിപത്യത്തിൽ മാറിയുള്ള ഭരണമാണ് അഭികാമ്യമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പിണറായി 3.0 എന്ന ബ്രാൻഡിംഗ് ഗുണകരമല്ലെന്ന് പ്രമുഖ എഴുത്തുകാരി സാറാ ജോസഫും പറഞ്ഞു. എം.എൻ. കാരശ്ശേരിയും സമാന അഭിപ്രായം പങ്കുവച്ചിരുന്നു. ഇടത് സഹയാത്രികനായി അറിയപ്പെടുന്ന സച്ചിദാനന്ദന്റെ വാക്കുകൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരാരും ഇടതുപക്ഷ നേതാക്കളല്ലല്ലോ എന്നുള്ളതാണ് കെ ശൈലജയുടെ പ്രതിരോധം. സാംസ്കാരിക ഇടതുപക്ഷം LDFനെ കൈയൊഴിഞ്ഞോ? ഈ ചർച്ചയിൽ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ CPM, ശ്രീ നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഈ സർക്കാർ സാഹിത്യ അക്കാദമിയിലേക്ക് നിയോഗിച്ച ലോകമറിയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ കവിയാണ് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അത് അദ്ദേഹം പറയാൻ മടിക്കാറില്ല. ഇപ്പോൾ തുടർച്ചയായി ഒരേ പാർട്ടി ഭരിക്കുന്നത് ജനാധിപത്യത്തിന് വലിയ ദോഷമുണ്ടാക്കും എന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ? ജനാധിപത്യത്തിൽ എപ്പോഴും അക്കൗണ്ടബിൾ ആക്കുക മാറിയുള്ള ഭരണമാണ്. കാരണം ഇത്തവണ ഭരണം പോയി, അടുത്ത തവണ ഭരണം കിട്ടണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്ന ബോധം സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടാകുമല്ലോ. തുടർച്ചയായി ഒരേ മുന്നണി ഭരിച്ചാൽ അധികാര കേന്ദ്രീകരണം ഉണ്ടാവുമെന്നുള്ളത് സ്വാഭാവികമായി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ? സച്ചിദാനന്ദൻ പറഞ്ഞതിൽ അതുകൊണ്ട് തന്നെ തെറ്റുണ്ടോ? ഇതിൻ്റെ രണ്ട് വശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഒന്ന്, 10 കൊല്ലക്കാലമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം മാറണം എന്ന് പറയുന്ന ആളുകൾ 10 കൊല്ലക്കാലമുള്ള BJP ഭരണം മാറണമെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. രണ്ട്, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത ആളുകളല്ല ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആരും. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശില തന്നെ തോണ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുമോ, ഭരണഘടന സംരക്ഷിക്കാനാവുമോ എന്നുള്ള ഗൗരവമായ ചോദ്യം സാംസ്കാരിക നായകരെയാകെ അലട്ടുന്ന ഒരു രാഷ്ട്രീയ പരിസരത്തിലാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളും ജീവിക്കുന്നത്. ഇതിനെതിരായിട്ട് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങൾ ചെറുക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രമാണ് കേരളം എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയുന്ന കാര്യമല്ല. അതോടൊപ്പം തന്നെ കേരളത്തിന് അനുഭവം എടുത്താൽ എന്താണ് നമ്മുടെ അനുഭവം? 57-ലെ EMSൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലക്കുള്ള ആദ്യ നടപടികൾ ആരംഭിച്ചു. പക്ഷേ ആ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് 67 വരെയുള്ള ഗവൺമെൻറ്റുകൾ വരുന്ന കാലമാകുമ്പോഴേക്ക് കേരളത്തിലെ 57-ലെ EMS ഗവൺമെൻറ് വിഭാവനം ചെയ്ത കാര്യങ്ങളിൽ വലിയ വെള്ളം ചേർക്കലുണ്ടായി. 67-ലെ ഗവൺമെൻറ് നമുക്കെല്ലാം അറിയുന്ന പോലെ ജന്മിത്തം അവസാനിപ്പിക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ആ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടു. ഫലമെന്താ? അടുത്ത LDFൻ്റെ ഗവൺമെൻറ്, ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുമ്പോഴേക്ക് കേരളത്തിൽ ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ ഭൂമി ഇല്ലാതായി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തെ ഈ രാജ്യത്തിനും ലോകത്തിനുമാകെ മാതൃകയാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവയെല്ലാം ആരംഭിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ കാലത്താണ്. അത് അധികാര വികേന്ദ്രീകരണമാവട്ടെ, അതുപോലെ തന്നെ ഈ നമ്മുടെ പ്ലാനിങ്ങിലെ വികേന്ദ്രീകരണമാവട്ടെ, അതുപോലെ തന്നെ കുടുംബശ്രീ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യ മേഖലയിലുള്ള പരിഷ്കാരങ്ങളാവട്ടെ, അതുപോലെ പെൻഷൻ പദ്ധതികളാവട്ടെ, അവയ്ക്കെല്ലാം ആ ഗവൺമെൻറ് പോയതിന് ശേഷം സംഭവിച്ചതെന്താണ് എന്നുള്ളത് കേരളത്തിന് മറക്കാൻ കഴിയില്ല. ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന് ഒരുപാട് പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നു. അതിന് തുടർച്ചയുണ്ടാവുന്നില്ല, അതെല്ലാം അട്ടിമറിക്കപ്പെടുന്നു. നമ്മുടെ അനുഭവം അതാണ്. കേരളത്തിലെ എല്ലാ ഗവൺമെന്റുകളും പരിശോധിക്കുക. ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ കാര്യം മാത്രമല്ലല്ലോ. ഇപ്പോൾ ഈ സംസാരിച്ച ആളുകൾ അവർ സംഘപരിവാറിനെതിരെ BJPക്കെതിരെ അതിനിശ്ചിതമായ വിമർശനം ഏത് ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള ആളുകളാണ്, ഉറക്കെ പറയുന്നവരാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാത്ത ആളുകളല്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ആര് ഭരിച്ചാലും ഒരു പൊതു ഇടതുപക്ഷ ബോധമാണല്ലോ. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൂടുതൽ അവർ ലെഫ്റ്റിലേക്ക് നീങ്ങിയിട്ടുമുണ്ടല്ലോ. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായ വലിയ അന്തരം കേരളത്തിലെ രണ്ട് മുന്നണികൾ തമ്മിലുണ്ടോ എന്ന രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത് അധികാരം ദുഷിപ്പിക്കും,
പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഈ മൂന്ന് കാര്യവും കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രസക്തമല്ലേ? ഇവിടെ ഞാനതാണ് പറഞ്ഞത്. ഈ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഇടതുപക്ഷം മാതൃഭൂമിക്ക് താല്പര്യം ഉണ്ടാവും, കോൺഗ്രസും ഇടതുപക്ഷമാണെന്ന് സ്ഥാപിക്കാൻ. പക്ഷേ കേരളത്തിലെ പുരോഗമന നടപടികൾ ഒന്നും ആരംഭിച്ചത് വലതുപക്ഷമല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ എന്തിനാണ് വിസ്മരിക്കുന്നത്? ജന്മിത്തം ഇന്ത്യയിൽ എവിടെയും അവസാനിപ്പിച്ചിട്ടില്ല. കോൺഗ്രസ് 50 കൊല്ലം ഭരിച്ച സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യ രാജ്യത്ത്, ഇല്ലല്ലോ. ഇന്ത്യയിൽ എവിടെയും സാക്ഷരതാ പ്രസ്ഥാനം, എല്ലാവർക്കും സാക്ഷരത നടപ്പാക്കിയിട്ടില്ല. കോൺഗ്രസും BJPയും ഭരിച്ച ഒരുപാട് സ്റ്റേറ്റുകളുണ്ടല്ലോ. ഇന്ത്യയിൽ എല്ലാവർക്കും സ്ഥലത്തിന് ഉടമസ്ഥാവകാശം കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യയിൽ എവിടെയും നടപ്പാക്കാൻ ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നിട്ടില്ലല്ലോ ഒരു കോൺഗ്രസ് BJP ഗവൺമെൻറ്റുകളും. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവുറ്റ സ്റ്റേറ്റ് കേരളമാണ്. കോൺഗ്രസും BJPയും അതേ നടപടികൾ ആരംഭിക്കുമെങ്കിൽ എന്തേ ഇന്ത്യ രാജ്യത്ത് എവിടെയും ഈ ഒരു നിലക്കുണ്ടായില്ല? ഇപ്പോൾ കേവല ദാരിദ്ര്യം, അതിദാരിദ്ര്യം ആദ്യമായിട്ട് അവസാനിപ്പിച്ചത് കേരളമാണ്. 50 കൊല്ലക്കാലം കോൺഗ്രസും BJPയും ഭരിച്ച സ്റ്റേറ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇടതുപക്ഷമാണ് എന്ന് കോൺഗ്രസ് പറയുന്നു, ഞങ്ങൾ ജനാധിപത്യമാണെന്ന് BJP പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് കാണണ്ടേ? അപ്പോൾ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് സ്ഥാപിക്കാൻ മാതൃഭൂമിക്ക് താല്പര്യമുണ്ടാവും. പക്ഷേ ജനങ്ങളുടെ നില അതല്ല. ഇടതുപക്ഷ നടപടികളെ എല്ലാ കാലത്തും തുരങ്കം വെച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷം UDF. അത് ആർക്കറിയാതിരിക്കുന്നത്? അവർ അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷം നടപ്പാക്കിയ പുരോഗമന നടപടികൾ അതെല്ലാം ഇല്ലാതാക്കപ്പെട്ടു. പിന്നിട്ട് പോയ 10 വർഷക്കാലം കൊണ്ട് വികസന രംഗത്തുള്ള വലിയ പുരോഗതി, അതുപോലെ തന്നെ ക്ഷേമരംഗത്തുള്ള വലിയ പുരോഗതി, ശാസ്ത്ര സാങ്കേതിക വിദ്യാ വിനിയോഗത്തിലുള്ള വലിയ പുരോഗതി, തൊഴിൽ രംഗത്തുള്ള വലിയ പുരോഗതി, വ്യാവസായിക രംഗത്തെ വലിയ പുരോഗതി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ പുരോഗതി, ഇവയെല്ലാം ഈ 10 വർഷക്കാലത്തെ തുടർച്ച കൊണ്ടുണ്ടായതാണ്. അതിന് സ്വാഭാവികമായ തുടർച്ച ഉണ്ടാവണമെങ്കിൽ കേരള വികസനം സംബന്ധിച്ച് ഏറ്റവും വലിയ ശരിയായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചാണല്ലോ ഇടതുപക്ഷം മുന്നോട്ടേക്ക് വന്നത്. നവകേരള സന്ദേശം അത് നടപ്പാക്കണമെങ്കിൽ കേരളത്തിൽ LDFന്റെ 3ാം ഗവൺമെന്റ് ഉണ്ടാവുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ കാണാതെ പോയ ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്തെയാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ, ആവട്ടെ. നിജേഷ് അരവിന്ദ്, ആരാണ് കേരളം ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമായിട്ടുള്ള ആളുകൾ അത് അവർക്ക് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും ചില സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ പബ്ലിക് പേഴ്സൺസും ഒക്കെ സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോൾ ടെലിവിഷനിലുള്ളവരോ എഴുതുന്നവരോ സിനിമാ താരങ്ങളോ ഒക്കെ എന്ത് തന്നെ പറഞ്ഞാലും ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാകില്ലേ വോട്ട് ചെയ്യുക. അതുകൊണ്ട് സാംസ്കാരിക നായകർ UDFന് അനുകൂലമായി പ്രതികരിച്ചതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവുന്നുണ്ടോ? അല്ല, ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത കാലത്ത് ഏതൊരാൾക്കും അവരുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കാം. ആ അഭിപ്രായത്തെ സഹിഷ്ണുതയോടുകൂടി കാണുക എന്നുള്ളതാണ് ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഓരം ചേർന്ന് നടന്ന ആളുകൾ, അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിലെ താക്കോൽ സ്ഥാനങ്ങളിലിരുന്ന ആളുകൾ ഭരണത്തിൻ്റെ 10ാമത്തെ വർഷം എത്തുമ്പോൾ ഭരണം മാറണം എന്നൊരു ഫീലിങ്സ് പങ്കുവെക്കുന്ന സമയത്ത് അതിനെ പോസിറ്റീവായി എടുക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കേണ്ടത്. ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അഭിപ്രായമാണ് പലപ്പോഴും എഴുത്തുകാരിലൂടെയും സാംസ്കാരിക നായകന്മാരിലൊക്കെ പ്രതിഫലിക്കുന്നത്. ആ പ്രതിഫലനം ഒരു അവസാന കാലഘട്ടത്തിൽ ശ്രീ സച്ചിദാനന്ദനും സാറാ ജോസഫും അല്ലെങ്കിൽ MN കാരശ്ശേരിയും ജോയ് മാത്യുവും ഉൾപ്പെടെയുള്ള ആളുകൾ, കൽപ്പറ്റ നാരായണൻ സാറെ പോലെയുള്ള ആളുകളൊക്കെ നിരന്തരമായി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശക്തമായ പ്രതിപക്ഷം എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രമല്ല, ഈ വർത്തമാനകാല കേരളത്തിനകത്ത് പ്രതികരിക്കുന്ന എല്ലാവരും കൂടി ചേർന്നതിനെയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷം ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അതിനെ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളാനും തള്ളേണ്ടതിനെ തള്ളാനും ഒക്കെ ഭരണ നേതൃത്വം ശ്രമിക്കണം. അല്ലാതെ ഇവർ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്നും ഇവരൊരിക്കലും കേന്ദ്ര ഭരണത്തെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുമൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ്, വസ്തുതാപരമായി ശരിയാണ് എന്ന് നോക്കാം. പിന്നെ ശ്രീ സച്ചിദാനന്ദൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്നൊരു ധാരണയും ശരിയല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ പിറകിൽ നിന്ന് വെടിവെച്ച് കൊന്ന നിലമ്പൂരിലെ കൊലപാതകത്തിന് എതിരായിട്ടാണ് അന്ന് കവി സച്ചിദാനന്ദൻ പ്രതികരിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അന്നു മുതൽ ഇങ്ങോട്ട് ഭരണ നേതൃത്വം ചെയ്യുന്ന ഇടത് വിരുദ്ധ രാഷ്ട്രീയത്തെ ഏത് കാലത്തും ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
അവരെന്നും എല്ലാ കാലവും അടിമപ്പണി എടുക്കുന്നു എന്നുള്ള വിശ്വാസമല്ല. അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തിന് വിമർശിക്കാത്തവരില്ല. നമ്മൾക്കൊക്കെ ഓർമ്മയില്ല കേരളത്തിലെ ഏറ്റവും മഹാനായ സാഹിത്യ നായകൻ എന്ന് പറയാവുന്ന ശ്രീ MT വാസുദേവൻ നായർ കോഴിക്കോട്ടെ KLF-ൽ വെച്ച് ലിറ്റററി ഫെസ്റ്റിവലിൽ വെച്ച് പിണറായി വിജയനെ വളരെ വ്യക്തമായി വിമർശിച്ചില്ലേ? അതൊക്കെ സ്വാഭാവികമാണ്, സാധാരണമാണ്. അപ്പൊ ഞങ്ങൾ 1957 മുതൽ ഇന്നെന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കാൻ പാടില്ല, നവകേരളമാണ് എന്നൊന്നും പറഞ്ഞ് ഒരു ക്ലീഷേ വർത്തമാനം പറഞ്ഞാൽ പോരാ. പ്രിയപ്പെട്ട പ്രകാശ് മാഷോടുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങളും ഞങ്ങളും ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്ത ഭരണകൂടത്തിനകത്ത് നിന്ന് ചെയ്തിരിക്കുന്ന ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി നിങ്ങളൊരു പുനർവിചിന്തനം നടത്തണം. അലൻ താഹയെ പോലെയുള്ള ആളുകളെ മാവോയിസ്റ്റ് പേരിൽ ജയിലിലടച്ചത് ശരിയാണോ? മഞ്ഞക്കുറ്റികൾ വെച്ചുകൊണ്ട് കേരളത്തിലെ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചത് ശരിയാണോ? ജനകീയ സമരങ്ങളെ നേരിട്ടത് ഫ്രഷ് കട്ട് ഉൾപ്പെടെയുള്ള കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജനകീയ സമരത്തിനെ അടിച്ചമർത്തിയത് ശരിയാണോ? തുടങ്ങിയ ചിന്തകളാണ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ അത് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അയാളെ താറടിക്കുക, അയാളെ ആക്ഷേപിക്കുക, അയാളോട് അസഹിഷ്ണുതയോടുകൂടി പെരുമാറുക എന്നുള്ളത് ഭൂഷണമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിനെ പറ്റി അനുകൂലമായ അഭിപ്രായമുള്ളപ്പോൾ തന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട്. അവരതാണ് അവരുടെ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ പ്രകടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രകടിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു ലോക്സഭയിലേക്കുള്ള മാൻഡേറ്റ് അത് വ്യത്യസ്തമാണ്, തദ്ദേശം വരട്ടെ. ഏത് കാലത്തും ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുണ്ടായ തദ്ദേശം വരട്ടെ എന്ന് പറഞ്ഞു. തദ്ദേശത്തിൽ നമ്മൾ പരസ്പരം മത്സരിച്ചു. തദ്ദേശത്തിൽ മത്സരിച്ച സമയത്ത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഈ ഭരണകൂടത്തിനെതിരെ കേരളത്തിലെ ജനത വിധി എഴുതി. അതിന്റെ പ്രതിഫലനമാണ് എഴുത്തുകാരൊക്കെ പ്രകടിപ്പിക്കുന്നത്. നീണ്ട കാലത്തെ ഭരണം, നമ്മൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ 2016 നിന്ന് 2021 വരെയുള്ള ഭരണ സംവിധാനത്തിനകത്ത് വെച്ചാണ് ഇന്ന് കേരളം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത്. ഒരുപക്ഷെ വീണ്ടും ഒരു അധികാര മാറ്റം അവിടെ നടന്നിരുന്നുവെങ്കിൽ, 2021 ഭരണമാറ്റം നടന്നിരുന്നുവെങ്കിൽ സ്വാഭാവികമായി അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ നേതൃത്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ കാലഘട്ടത്തെ പറ്റി അന്വേഷിക്കുമായിരുന്നു. എന്നാൽ തുടർച്ചയായ ഭരണമുള്ളത് കൊണ്ട് ശ്രീ അഭിലാഷ്, ആ ഭരണമുള്ളത് കൊണ്ട് 2025 അവസാന നാളുകളിൽ മാത്രമാണ് വന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപണം. ഞാൻ അതിലേക്ക് വിശദമായി വരാം. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ സച്ചി മാഷാവട്ടെ, സാറ ടീച്ചർ ആവട്ടെ, വളരെ ജെന്യുവിനായും ആത്മാർത്ഥമായും കുറേയൊക്കെ റൊമാൻറ്റിക്കായും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരങ്ങളെ കാണുന്നവരാണ്. രാഷ്ട്രീയത്തിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നോക്കി അഭിപ്രായം പറയുന്ന ആളുകളല്ല. അപ്പോൾ ആ അഭിപ്രായ പ്രകടനത്തെ സ്വദേശപരമായി കാണണ്ടേ? സാറ ടീച്ചറാണെങ്കിൽ ഞാൻ ഓർക്കുന്നു ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ 2013 എൻ്റെ ഓർമ്മ. ഞാൻ സാഹിത്യ അക്കാദമിയിൽ പോയിട്ട് അവരുടെ അഭിമുഖം എടുത്തതാണ്. ഒരു ചേഞ്ചിന് വേണ്ടി അവർ ആ പാർട്ടി തന്നെ ജോയിൻ ചെയ്ത് ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടാണ്, അല്ലാതെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പാർട്ടിയിൽ ചേർന്ന് മന്ത്രിയാവും മുഖ്യമന്ത്രി ആവാനൊന്നുമല്ല. ഇപ്പോൾ കെ സച്ചിദാനന്ദനാവട്ടെ, അദ്ദേഹം നിരന്തരമായി ഈ കാര്യങ്ങൾ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളതിനപ്പുറത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് കെ സച്ചിദാനന്ദൻ. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളെ ആ വികാരപ്രകടനമായി ഇപ്പോഴത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള പ്രതികരണമായി കണ്ടാൽ പോരെ? അഭിലാഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരു യൂസ് ചെയ്ത ടെൻസിൽ, അതായത് സച്ചി മാഷായിരുന്നാലും സാറ ടീച്ചറായിരുന്നാലും ജെനുവിനായും സിൻസിയറായും അഭിപ്രായം പറയുന്നവരാണ് എന്നുള്ളത്. ആയിരുന്നു എന്ന് തിരുത്തും ഞാൻ. സച്ചി മാഷ് പ്രത്യേകിച്ചും വളരെ ജെന്യുവിനായ അഭിപ്രായം പറഞ്ഞിരുന്ന, വളരെ ഷാർപ്പായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിരുന്ന ആളായിരുന്നു സച്ചി മാഷ്. പക്ഷെ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന് 80 വയസ്സായി പ്രായം. അദ്ദേഹം പറയുന്നത് പലതും വിശേഷിപ്പിക്കാൻ അദ്ദേഹത്തിനോടുള്ള സകല ബഹുമാനത്തോടുകൂടിയും എനിക്കറിയാവുന്ന ഒരേ ഒരു വാക്ക് സോഫിസ്റ്റിക്കേറ്റഡ് നോൺസെൻസ് എന്നാണ്. സോഫിസ്റ്റിക്കേറ്റഡ് നോൺസെൻസ്, ഇതാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യവും അദ്ദേഹം ചെയ്യുന്ന കാര്യവും തമ്മിൽ ഒരു മിനിമം ബന്ധം ഉണ്ടാവണ്ടേ? ഞാൻ പറയുന്ന കാര്യം ഞാൻ ചെയ്യുന്നതും തമ്മിലൊരു ബന്ധം ഉണ്ടാവണ്ടേ? നിജേഷ് പറയുന്നതും നിജേഷ് ചെയ്യുന്നതും തമ്മിൽ ബന്ധം ഉണ്ടാവണ്ടേ? ഉണ്ട്. അഭിലാഷ് പറയുന്ന അഭിലാഷ് ചെയ്യുന്നത് തമ്മിൽ ബന്ധം വേണ്ടേ? 1996 കെ സച്ചിദാനന്ദൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആവുന്നത്. അന്ന് ദേവഗൌഡയാണ് പ്രധാനമന്ത്രി. ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്. എല്ലാ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിലും സ്വാഭാവികമായി ചെയ്യുന്ന കാര്യം ആ മിനിസ്ട്രി മാറിയാൽ റിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സച്ചിദാനന്ദ മാഷി 10 വർഷം അവിടെ തുടർന്നു. അതിനുശേഷം BJP സർക്കാർ അടക്കം ഭരിച്ചു. അപ്പോഴും അദ്ദേഹം അവിടെ നിന്നു. 10 വർഷം ഒരാൾ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് അധികാര കേന്ദ്രീകരണവും അഴിമതി ഉണ്ടാവും എന്നുള്ള കാര്യം സച്ചി മാഷിയുടെ കാര്യത്തിൽ ബാധകമല്ലേ? 2016 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. അന്ന് ഡയറക്ടറാണ് കെ സച്ചിദാനന്ദ മാഷ്. ഇന്ന് 2026 10 വർഷമായി അദ്ദേഹം തന്നെയാണ് ഡയറക്ടർ. വേറെ എത്ര സാഹിത്യകാരന്മാർ കേരളത്തിലുണ്ട്? അദ്ദേഹം ഡയറക്ടർ ആയിരുന്നുകൊണ്ട് S. ജോസഫ് എന്ന് പറഞ്ഞൊരു കവി തെറ്റിപ്പിരിഞ്ഞു പോയിണ്ടായിരുന്നു.
അദ്ദേഹം ഒന്ന് മാറിയിരുന്നെങ്കിൽ വേറെ സാഹിത്യകാരന്മാർക്ക് അത് കിട്ടില്ലേ? അഴിമതിക്കും അധികാര കേന്ദ്രീകരണത്തിനും ഭാഗമാകില്ലേ അത്? ഇത് ബാധകമല്ലേ? പിന്നെ ഇദ്ദേഹം പറയുന്ന ഉദാഹരണം ഉണ്ടല്ലോ, ബംഗാളിൽ നശിച്ചുപോയ പാർട്ടി, ശരി 6 ടേം ഭരിച്ചിട്ടുണ്ടാവും, 6ാമത്തെ ടേം ഭരിച്ചപ്പോഴാണെന്നുള്ളത് വേറെ കാര്യം. ത്രിപുരയിൽ തകർന്നു പോയത് എങ്ങനെയാ? അവിടെ മാറി മാറി ഭരിച്ചതാണല്ലോ. ഗോവയിൽ കംപ്ലീറ്റ് BJP കൊണ്ടുപോയല്ലോ. CPM എല്ലാ കാലവും ഭരിച്ചുകൊണ്ടാണോ? അപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മിനിമം ലോജിക് ഉണ്ടാവുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള വർത്തമാനങ്ങളിൽ ഇല്ല എന്നുള്ളത് സങ്കടത്തോടെ പറയേണ്ടി വരും. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചകൾ ഒരു കാര്യത്തെ വെളിവാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ LDF തേർഡ് ടേം എന്നുള്ളത് ഒരു റിയാലിറ്റി ആണെന്ന് കേരളത്തിലെ സാംസ്കാരിക നായകരെന്ന് പറയുന്ന നായികമാരെന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ നിജേഷ് പറഞ്ഞതിനോട് ഞാൻ 100% വിയോജിക്കുന്നു. സാധാരണ മനുഷ്യരുടെ ആകുലതകളാണ് സാംസ്കാരിക നായകന്മാർ ആരാണെന്ന് എനിക്കറിയില്ല റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. കാരണം ഈ സച്ചിദാനന്ദ മാഷയായിരുന്നാലും സാറ ടീച്ചറായിരുന്നാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ അറിയാം, പണ്ട് കാലത്ത് വായിച്ചിരുന്ന ആൾക്കാർക്ക് അറിയാമെന്നല്ലാതെ കേരള ജനതയുടെ 0.01% ആളുകൾക്ക് പോലും ഇവരെ അറിയില്ല. ഞാനിത് അനുഭവത്തിനാണ് പറയുന്നത്. NS മാധവന്റെ ഹിഗിറ്റ എന്നുള്ള അതേ പേരിൽ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയ്ക്ക് ആ പേര് പാടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി മാഷും NS മാധവനും കൂടെ ബഹളം വെച്ചിരുന്നു. അന്ന് ഇതേ മാതൃഭൂമി ചർച്ചയിൽ ഞാൻ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിന് താഴെ വന്ന ആളുകളൊക്കെ ചോദിക്കുകയാണ്, ആരാണ് ഈ NS മാധവൻ എന്നുള്ളത്? എനിക്കറിയാം NS മാധവനെ. കേരളത്തിലെ എത്ര ആൾക്കാർക്ക് NS മാധവനെ അറിയാം, സച്ചിദാനന്ദനെ അറിയാം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇവർക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. പിന്നെ സച്ചി മാഷും സാറ ടീച്ചറും ഒക്കെ അനുഭവിക്കുന്ന ആ ഒരു അപ്പർ മിഡിൽ ക്ലാസിന്റെ കൺസേൺസ് അല്ല, ആ മനുഷ്യന്മാർക്ക് വേണ്ടിയല്ല ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് പറയുന്നത്. അവർക്കല്ല പ്രതിമാസ പെൻഷൻ വേണ്ടത്, അവരല്ല അതിദരിദ്രർ. ഇവർ വളരെ കൃത്യമായിട്ടും അവരുടെ തുടർ ഭരണത്തിന്റെ എല്ലാ സുഖലോലിതകളും അനുഭവിച്ചു കൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് ഈ വർത്താനം പറയാണ്. സെക്കൻഡ് ടേം പിണറായി വിജയൻ വരുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പറഞ്ഞ സച്ചി മാഷ് തന്നെ കഴിഞ്ഞ 5 വർഷം അതേ ഇന്നോവ ക്രിസ്റ്റ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കുക. അതിനെന്തുകൊണ്ടും യോഗ്യനാണ് സച്ചി മാഷ്. എനിക്ക് യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിരിക്കാനും എന്തുകൊണ്ട് യോഗ്യമാണ്. പക്ഷേ സെക്കൻഡ് ടേമിലുള്ള ദുഷിച്ചു കഴിഞ്ഞിട്ടുള്ള പിണറായി വിജയൻ മിനിസ്ട്രിയുടെ അണ്ടറിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് ഒരു വലിയ പൊസിഷനിലിരിക്കുകയും എന്നിട്ട് തുടർ ഭരണം പാടില്ല, അത് ദൂഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് എത്രമാത്രം സ്റ്റുപ്പിഡിറ്റി ആണെന്ന് അറിയോ? ഇദ്ദേഹത്തിന് 1 വർഷം കഴിഞ്ഞിട്ട് മാറിയിട്ട് വേറൊരു കവിയെ പൊസിഷൻ ആക്കാമായിരുന്നല്ലോ. അപ്പോൾ ഒരർത്ഥത്തിലും സിൻസിയർ അല്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, ലോജിക് ഇല്ലാത്ത ഡയലോഗാണ്. ഇലക്ഷൻ വരുന്ന സമയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന CPM വിരുദ്ധ തികട്ടി വരുന്നതാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞാലാണ് ഞാൻ ബുദ്ധിജീവിയാകുക, ഇങ്ങനെ പറഞ്ഞാലാണ് ഞാൻ സാംസ്കാരിക നായകനാവുക എന്നുള്ളൊരു തോന്നലിന്റെ പുറത്താണ്. ഇനി 3ാം ടേം LDF വന്നാലും എനിക്കൊരു സംശയവുമില്ല, സച്ചി മാഷ് ഇതിനേക്കാളും വലിയ പൊസിഷൻ കിട്ടിയാൽ അതും ആസ്വദിച്ചിരിക്കുക തന്നെ ചെയ്യും. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അതാണ് മനസ്സിലാവുന്നത്. ഇതിനെ ഇടതുപക്ഷം തുടരേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്ന സാധാരണക്കാരായ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയേ ഉള്ളൂ. അത്ര സീരിയസ്നെസ് അതിന് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ N. ശ്രീകുമാർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ പൊതുവെ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കാറ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ചെറിയ സാംസ്കാരിക പ്രവർത്തകർ, ചെറിയ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പിന്നെ മഹത്വത്തെ കുറിച്ച് കണ്ടതല്ല, അവരുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞാണ് ചെറിയ നമ്പർ എന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി തന്നെ, സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ തന്നെ ഇപ്പോൾ തുടർഭരണം വേണ്ട എന്ന് പറയുന്നു. സാറ ജോസഫിനെ പോലെ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തയായ വനിതാ നോവലിസ്റ്റ് അങ്ങനെ വേണ്ട, തുടർഭരണം വേണ്ട എന്ന് പറയുന്നു. ഇത് കാറ്റുമാറുന്നതിന്റെ സൂചനയായിരിക്കുമോ? നോക്കൂ ശ്രീ അഭിലാഷേ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, എനിക്ക് എക്കോ വരുന്നുണ്ട്, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് പറയുന്നത്, അതായത് തുടർഭരണം എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലതല്ല. ഇടതുപക്ഷം എന്നുള്ളത് വ്യതിചലനമുണ്ടായ സാഹചര്യത്തിൽ കുറച്ചു നേരം പ്രതിപക്ഷത്തിരിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. ഇത് അദ്ദേഹം പറഞ്ഞ ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് സച്ചിദാനന്ദം പറഞ്ഞതാണ്. അപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഗോവിന്ദ മാഷൊക്കെ തോന്നിയല്ലോ. സച്ചിദാനന്ദൻ പറഞ്ഞ എന്താണ്? ഞങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതാണ് ഗോവിന്ദ മാഷിൻ്റെ പോസിറ്റീവായിട്ടുള്ള പോയിന്റ്. മറിച്ച് ഈ CPM തന്നെ, പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില അടിമ ചിന്തകളുണ്ട്. അങ്ങനെ അടിമ ചിന്തകളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ സച്ചിദാനന്ദ മാഷ് വേറെ ഏതെങ്കിലും രീതിയിൽ അവസരവാദമോ അങ്ങനെയൊക്കെ പറയുന്ന ആളായിട്ട് തോന്നും. ഈ രാഷ്ട്രീയത്തിൽ അവസരവാദം എന്നൊരു സംഗതിയുണ്ട്. പക്ഷേ സാഹിത്യത്തിൽ വീക്ഷണ ചാഞ്ചല്യം എന്ന് വേണമെന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ അവരുടെ വീക്ഷണത്തിൽ ചില ചാഞ്ചല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഇപ്പോൾ ഒരു ഇടതുപക്ഷക്കാരനോ കോൺഗ്രസ്സുകാരനോ ഒക്കെ ആയിട്ട് വരാം.
സച്ചിദാനന്ദ മാഷ് എന്താ പറഞ്ഞത്? തുടർഭരണം കേരളത്തിലെ കാര്യമാണ് പറഞ്ഞേ. എല്ലാ തുടർഭരണത്തെക്കുറിച്ചല്ല പറഞ്ഞേ. ഒരാളൊരു സ്ഥാനത്ത് തുടർച്ചയായിട്ട് ഇരിക്കുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. കേരളത്തിലെ തുടർഭരണം എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ തുടർഭരണം. അല്ലാണ്ട് പിണറായി വിജയൻ, ഒന്നാം പിണറായി വിജയന് ശേഷം പിന്നെ വേറൊരു മുഖ്യമന്ത്രി അല്ല വന്നത്. പിണറായി വിജയൻ്റെ തുടർഭരണം, LDFൻ്റെ തുടർഭരണമല്ല, പിണറായി വിജയൻ്റെ തുടർഭരണം ഇനി വരാൻ പാടില്ലെന്നാണ് സച്ചിദാനന്ദ മാഷും സാറ ടീച്ചർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. പിണറായി വിജയൻ പേരെടുത്ത് തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതെന്താ പറയാൻ കാരണം? അത് പറയേണ്ടത് ഇപ്പോഴാണ്. കാരണം ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാഹിത്യകാരൻ്റെ കഴിവ്. അവിടെയാണ് എഴുത്തിൻ്റെ ബഹുമാന്യത വർദ്ധിക്കുക. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് മാർച്ച് ചെയ്തുകൊണ്ട് ജനം കേൾക്കില്ല. ജനം എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ എല്ലാവരും അങ്ങോട്ട് പോയപ്പം തിരിച്ചോടിച്ചത് എന്തുകൊണ്ടാണ്? ആ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഇവരുടെ ആവശ്യമില്ല. മറിച്ച് ഇപ്പോൾ ഇതാ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പിണറായി വിജയൻ്റെ തുടർഭരണം ഇനിയും വന്നാൽ ഇവിടെ പാവങ്ങൾ എന്നൊരു വിഭാഗം ഉണ്ടാകില്ലെന്ന് ഗോവിന്ദ മാഷ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും പണക്കാരാകുന്നതാണ്. അങ്ങനെ പണക്കാരാകുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് കേരളത്തിലെ CPMലെ ഒരു വിഭാഗം മാറുന്നു എന്നൊരു ചിന്ത വ്യാപകമായി പ്രചരിക്കുന്ന സമയത്ത് കേരളത്തിലെ തുടർഭരണം ആഗ്രഹിക്കുന്നത് ഏതാണ്ട് ഒരു 10,000 CPM നേതാക്കളൊക്കെ ഉള്ളൂ. ബാക്കി ആർക്കുമില്ല, പ്രവർത്തകർക്ക് പോലുമില്ല. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് ജാഗ്രത എന്ന്. അപ്പോൾ ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിൻ്റെ വീക്ഷണ ചാഞ്ചല്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു നല്ല എഴുത്തുകാരനാവില്ല എന്ന് വെച്ചാൽ എല്ലാവരും എഴുതും, പക്ഷേ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള എഴുത്തുകാരുണ്ട്. അങ്ങനെ പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരനായിട്ട് ഞാൻ മാറണമെങ്കിൽ എനിക്കിതാ ഈ സമയത്ത് തന്നെ പറയണമെന്നാണ്. ഇനി വേറൊരു കാര്യം പറയാം. ഇത് ഈ കേരള സാഹിത്യ അക്കാദമിയുടെ ഇദ്ദേഹം പ്രസിഡൻ്റായി വന്ന ശേഷം CP അബൂബക്കർ, പഴയ SFIയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ മാഷാണ് സെക്രട്ടറി ആയിട്ട് വന്നത്. SFIയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ രണ്ടാം ഭരണകാലത്തെ 2ാം വർഷത്തിലെ ഒരു നോട്ടീസ് സാഹിത്യ അക്കാദമിയിലേക്ക് ചെന്നു. അതായത് 2ാം വാർഷികം, പിണറായി ഗവൺമെൻറ് 2ാം വാർഷികം, ഇനി മുതൽ സാഹിത്യ അക്കാദമി അച്ചടിക്കുന്ന എല്ലാ പുസ്തകത്തിലും പിണറായി വിജയൻ്റെ ചിത്രമുള്ള ഒരു സീലടിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവിട്ടു സാംസ്കാരിക വകുപ്പ്. വലിയ വിവാദമായത്. ആ വിവാദമായപ്പോൾ അതിനെ എതിർത്തു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് അതിനെ എതിർത്തു വന്ന്. അതിനുശേഷം അത് പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ സച്ചിദാനന്ദ മാഷ് 1-2 തവണ രാജിവെക്കാൻ തീരുമാനിച്ചു. എന്തിനാണ് ഇവർ രാജി സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? കാരണം സച്ചിദാനന്ദൻ എന്ന സാഹിത്യ അക്കാദമി പ്രസിഡന്റിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഒരു ഇടതുപക്ഷ ശബ്ദമായിട്ടാണ്. ആ സച്ചിദാനന്ദ മാഷ് ഇന്ന് പറയുന്നു യഥാർത്ഥ ഇടതുപക്ഷം അപ്പുറത്തുണ്ട്. ശരി, രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിൽ എങ്ങനെയാണോ ഇടതുപക്ഷ സാഹിത്യകാരന്മാർ അണിനിരുന്നത്, അതുപോലെ കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു UDF കോമൺ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നു. ആ കോമൺ പ്ലാറ്റ്ഫോം നാളെ അധികാരത്തിൽ വരട്ടെ, 5 വർഷം അവർ ഭരിക്കട്ടെ, ഈ ദുഷിച്ച ചിന്താഗതിക്കാരൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുടർഭരണം എന്നുള്ള ആ ഒരു ഇതിനെ എതിർക്കലല്ല, പിണറായി വിജയന്റെ ഈ ഭരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം കഴിയണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക വകുപ്പ് നടത്തിയ ശ്രമങ്ങളെ തോൽപ്പിച്ച ഒരു പ്രസിഡന്റിനെ കൂടി നമുക്കവിടെ കാണാൻ പറ്റും. അത് തന്നെയാണ് സാറാ ജോസഫും പറഞ്ഞത്. ഇവരോടൊന്നും കോൺഗ്രസ്സുകാർ പറയിപ്പിച്ചതല്ലോ, ഇവരൊക്കെ സ്വയം പറഞ്ഞതാണ്. സാഹചര്യം വരുമ്പോൾ പറയണം. സാഹചര്യം വന്നു, ഇപ്പൊ പറഞ്ഞില്ല പിന്നെ എപ്പോ പറയും? അപ്പൊ ഇപ്പോഴാ പറയേണ്ടത്. അതാണ് അക്കാര്യത്തിലെ പോയിന്റ്. ഞാൻ ഓർക്കുന്നു ശ്രീ M പ്രകാശൻ മാസ്റ്റർ, MN വിജയൻ മാഷ് CPM ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് കൊടുത്ത അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ തലക്കെട്ട് തന്നെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുമ്പോൾ നമ്മൾ ഉണരണം എന്നുള്ളതായിരുന്നു. കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക്, സാംസ്കാരിക നായകന്മാർക്ക് ഇതാണ് പോയിന്റ്, ഈ സമയം, ഇതാണ് ആ സന്ദിഗ്ധ നിമിഷം, ഇതാണ് ആ മൂർത്തമായ മുഹൂർത്തം. ഇപ്പോ നമ്മളൊരു നിലപാട് പ്രഖ്യാപിച്ച് രംഗത്ത് വരേണ്ടതുണ്ട് എന്ന് തോന്നുന്ന സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമാണെന്ന് സാമാന്യമായി മനസ്സിലാക്കാമല്ലോ. ഇവിടെ ഇതൊരു ബ്രേക്കിംഗ് പോയിൻ്റാണ് എന്ന് പറയുന്നത് ശരിയാണ്. കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസും ലീഗും 10 കൊല്ലക്കാലമായി അധികാരത്തിലില്ലാത്തതിൻ്റെ വ്യഥ അനുഭവിക്കുകയാണ്. 5 കൊല്ലത്തിലധികം അങ്ങനെ ഒരു കാര്യം അനുഭവിച്ച ഒരു ചരിത്രം കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് നിലവിലുള്ള ഗവൺമെൻറ് തുടർഭരണം വരാതിരിക്കാൻ അവർ വലിയ നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം 2 തവണയായില്ലേ അവർക്ക്, 1 തവണ ഞങ്ങൾക്ക് തരുമെന്നാണ്. അതിന് സഹായകമായ ഒരു കാര്യം ഇവിടെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ സച്ചിദാനന്ദ മാഷ് ആഘോഷിക്കപ്പെടുന്നത് മറ്റൊന്നുകൊണ്ടല്ല,
ഇപ്പോൾ CPM ഏതെങ്കിലും ഒരു സാധാരണ പാർട്ടി അംഗം, 10,000-കണക്കിന് ആളുകളിൽ ഒരു പാർട്ടി അംഗം പിണറായി വിജയനെതിരെ ഇന്ന് പറഞ്ഞാൽ അത് ചർച്ചയാവും. അത് മലയാളിക്കറിയാം. ഇപ്പോൾ മാതൃഭൂമി എന്തുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്? സച്ചിദാനന്ദ മാഷ് പറയാണ് മൂന്നാമതും LDF-ന്റെ ഗവൺമെൻറ് വരണം. അത് മാതൃഭൂമിക്ക് ചർച്ചയാവില്ല. മാതൃഭൂമിക്ക് ചർച്ചയാവുന്നത് മൂന്നാമത്തെ ഗവൺമെൻറ് വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് മലയാളിക്കെല്ലാം അറിയാം. മലയാളിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തുടർഭരണം വരും എന്ന് പറഞ്ഞാൽ അതിൽ ചർച്ചയ്ക്ക് വലിയ സ്കോപ്പില്ല, വരില്ല, വരരുത് എന്ന് പറഞ്ഞാൽ അതിന് സ്കോപ്പ് ഉണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ പ്രകാശ് മാഷേ? അല്ല, അത് ഇടതുപക്ഷം മാത്രമല്ല, ആര് ഈ ഭരണം തുടരണമെന്ന് പറഞ്ഞാലും അതിന് ചർച്ചയ്ക്ക് സ്കോപ്പില്ല. കോൺഗ്രസ്സുകാർ പറയട്ടെ, ഇപ്പോൾ ഒരുപാട് കോൺഗ്രസ്സുകാർ ഇവിടെ വന്നല്ലോ, നമ്മുടെ മുന്നണിയുടെ ഭാഗമായല്ലോ, അവർ ഈ ഭരണം വരണമെന്ന് പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ചർച്ചയാവില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തോട് ഒത്തുപോകുന്നു സച്ചിദാനന്ദ മാഷയുടെ നിലപാട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചർച്ചയാവുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നടന്ന ചർച്ചയിൽ ശരിയല്ലാത്ത, വസ്തുതയുമായി ബന്ധമില്ലാത്ത പറഞ്ഞ കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങിയവരെ ഞങ്ങൾ ഈ 2014 വരെയുള്ള 16 വരെയുള്ള കാലത്ത്, 11 മുതൽ 16 വരെ ഞങ്ങൾ തല്ലുകൊള്ളാത്ത ഏതെങ്കിലും നേതാക്കന്മാരുടെ പേര് പറയുമോ നിങ്ങൾ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ആയിരക്കണക്കിന് ആൾ ജയിലിൽ പോയിട്ടുണ്ട്, ആയിരക്കണക്കിന് പേര് തല്ലുകൊണ്ടിട്ടുണ്ട്. എത്ര പേർക്കെതിരെ കേസ്, എത്രയായിരുന്നു അന്ന് വെടിവെപ്പ്? ഇപ്പോൾ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്നു. ഒരൊറ്റ വെടിവെപ്പുണ്ടോ ഈ 10 കൊല്ലക്കാലം? ഏതെങ്കിലും നിലക്ക് അന്യായമായിട്ടുള്ള നിലക്ക് ആളുകൾ അടിച്ചമർത്തുന്നുണ്ടോ? അടിച്ചമർത്തുന്നു എന്നുള്ള പ്രസ്താവനയാണ്. പിന്നെ വെടിവെച്ചിട്ട് ഞാൻ ഉറപ്പിച്ച് പറയും, ജനങ്ങൾക്ക് അല്ല, ഞാൻ പറയും ഈ ഗവൺമെന്റ് സമരത്തെ പറ്റി ഞാൻ പറയുന്നത്. സമരങ്ങളിൽ ഞങ്ങളുടെ തല തല്ലിപ്പൊളിച്ച് ഒരുപാട് പേരെ വെടിവെച്ചതായി ഈ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. നിങ്ങൾക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ല. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഒരു സമരങ്ങൾ ഈ മാതൃക്ക് നേരിട്ടിട്ടില്ല. പിന്നെ ജനങ്ങൾക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതുമാത്രം സംഘടിത ലാത്തിച്ചാർജ് ഉണ്ടായിട്ടില്ല, ലോക്കപ്പ് കൊലപാതകം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 360 ലോക്കപ്പ് കൊലപാതകം മറന്നുപോയി നിങ്ങൾ. കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ. നിങ്ങൾക്കതൊന്നും വാർത്തയാവില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അതെല്ലാം തൻപിള്ളയാണല്ലോ. UDF എന്ന് പറഞ്ഞാൽ തൻപിള്ളയാണ്, അതുകൊണ്ട് ചർച്ചയാവില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾക്കെതിരെ അഭിപ്രായം പറയാൻ സാഹചര്യമില്ല. മാതൃഭൂമി പത്രത്തിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് എത്ര എതിരഭിപ്രായം ഒരു ദിവസം വരുന്നുണ്ട്? 10, 12, 15 ആണോ? മാതൃഭൂമിയിൽ ആണോ? ഏഷ്യാനെറ്റിലാണോ? ഭരിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് പിന്നെ താമ്രപത്രം എഴുതാനാണോ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഇരിക്കുന്നത്? അതല്ലല്ലോ ഞങ്ങളുടെ ജോലി. വിമർശനം എഴുതാനല്ലേ പത്രം? അല്ല, നിങ്ങൾ മാത്രം പത്രത്തിന്റെ കുത്തകാവകാശം ഒന്നും എടുക്കണ്ട. അല്ല, ആർക്കായാലും ഞങ്ങൾ പത്രക്കാരൊക്കെ തന്നെയാണ്. ഇവിടെ പത്രം സത്യത്തെ സത്യമായിട്ട് നിർഭയമായി കാണണം. അന്യായത്തെ എതിർക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, BJP ഗവൺമെന്റ് രാജ്യത്തിനകത്തും ഈ കേരളത്തിലും അവരുടെ തേർവിളയാട്ട് നടത്തുമ്പോ എന്താ മിണ്ടാൻ വേണ്ടി കഴിയുന്നില്ല? എല്ലാ കാര്യത്തിലും അങ്ങനെ BJP ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അട്രോസിറ്റിയെ കുറിച്ച് മിണ്ടാതിരുന്ന ഒരൊറ്റ ഉദാഹരണം പറയാൻ പറ്റുമോ? ഇല്ല. കേരളത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ ഞങ്ങൾ പറയുന്നുണ്ട്. അത് മാധ്യമധർമ്മമായതുകൊണ്ടാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് വരുന്ന 2 കൊല്ലക്കാലം ഇവിടെ ബിരിയാണി ചെമ്മരെ കുറിച്ചും കൈതോലപ്പായയെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ ഈത്തപ്പഴത്തിനകത്തുള്ള സ്വർണത്തെ കുറിച്ചും രാജ്യത്തിനകത്ത് പ്രചരിപ്പിച്ചത്. ഇതൊന്നും മലയാളി മറന്നു പോകുന്നില്ല. ഇതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ നല്ല വെള്ള ചമയണ്ടെന്നുള്ളതുകൊണ്ടാണ്. മാതൃഭൂമിയെ മലയാളിക്ക് അറിയാത്തതല്ല. മാതൃഭൂമിക്ക് ഈ വിഷയത്തിലുള്ള ചർച്ചയുടെ കാരണവും മലയാളിക്ക് അറിയാം. മാതൃഭൂമിയെ മലയാളിക്ക് അറിയാം. ഈ വിഷയത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത് പൊതു താല്പര്യമാണ്. ശരിയല്ലാത്ത കാര്യം സർക്കാരിന് താമ്രപത്രം എഴുതാനല്ല മാധ്യമങ്ങൾ. അങ്ങേക്ക് എന്തോ അക്കാര്യത്തിനൊരു പിശകുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സർക്കാരിന് താമ്രപത്രം എഴുതാനല്ല മാധ്യമങ്ങൾ. വിമർശിക്കും. 15 അല്ല 18, 20, 35 ഒക്കെ എഴുതും വിമർശനം. ഞങ്ങളുടെ ഗവൺമെന്റ് 57 വരാൻ തുടങ്ങിയ കാലം മുതൽ എവിടെയെല്ലാം ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ടി കഴിയുമോ അതെല്ലാം ജയിപ്പിക്കലൊന്നുമല്ല. ഏതൊക്കെ അധികാര കേന്ദ്രങ്ങളുണ്ടോ അവയെ കുറിച്ചൊക്കെ വിമർശനം എഴുതും. എന്താ മാധ്യമങ്ങളുടെ ജോലി? എന്താ ക്വസ്റ്റ്യൻ ദ പവർ. അതിപ്പോ കേരളത്തിലെ ഭരണമാവട്ടെ, കേന്ദ്രത്തിലെ ഭരണമാവട്ടെ, സാമൂഹ്യ അധികാരമാവട്ടെ, എല്ലാ തരത്തിലുള്ള അധികാരത്തോടും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് പത്രങ്ങളുടെ ഉത്തരവാദിത്തം, പത്രങ്ങളുടെ ജോലി. മാധ്യമങ്ങളുടെ പത്രം എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ കൂടെ അതിനകത്ത് പഠിപ്പിക്കോ? ഞാൻ ചോദിക്കട്ടെ, ശരി ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങളെ കടുത്തു ജനിച്ചു കൊള്ളാൻ ഇന്ത്യ രാജ്യത്ത് ഈ BJP ഗവൺമെന്റ് ശ്രമിച്ചിട്ട് ഒരക്ഷരം ഉരിയാടൻ നട്ടൽ കാണിച്ചിട്ടുണ്ടോ? എവിടെ? ഏത് കാര്യത്തിലാണ് നട്ടലില്ലാത്തത്? ഏത് കാര്യത്തിലും
കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ഏതെങ്കിലും ഒരു നയത്തെ അനുകൂലിച്ച ഒരു വാചകം ശ്രീ പ്രകാശ് മാഷെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ഇടവേള എടുത്തിട്ട് അങ്ങ് ഫലപ്രദമായിട്ട് ഫോണിലോ മറ്റോ നോക്കിയിട്ട് കണ്ടുപിടിച്ചാലും മതി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ എന്തെങ്കിലും നയത്തെ അനുകൂലിച്ച ഒരു വാചകം, ഒരു വാക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പറയാം സുഹൃത്തെ, ഞാൻ പറയാം. സ്റ്റാൻ സ്വാമിയെ കൊന്നു, മാതൃഭൂമിക്ക് ശബ്ദം ഉണ്ടായിരുന്നു. വായിക്കാത്തോണ്ടാ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പത്രങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാൻ സ്വാമി കൊല്ലപ്പെട്ട സമയത്തെ ആ പത്രം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. ചാനലിലും ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മാതൃഭൂമി ചാനലിനെ കുറിച്ചാണ്. മാതൃഭൂമി ചാനലിൽ മിക്കവാറും എല്ലാ ചർച്ചയിലും പങ്കെടുക്കുന്ന ആളാണ്. അതെങ്ങനെയാണ് ഒരാൾ എല്ലാ ചർച്ചയിലും പങ്കെടുക്കുക? ഒരു ചർച്ചയിലും നിങ്ങൾ എന്നെ ക്ഷണിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതിപ്പോ എനിക്കറിയില്ല. നിങ്ങളെ കുറിച്ച് നടത്തുന്ന ചർച്ചകളെക്കാൾ കൂടുതൽ ചർച്ച BJPയെ കുറിച്ച് നടത്താറുണ്ട്. ഷിനിജേഷ് അരവിന്ദ്, എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ പല തരത്തിലുള്ള ആശയവിനിമയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സംവിധായകൻ രഞ്ജിത്തിന്റെ ഒരു വാചകം, എന്തായാലും പട്ടിണി കിടത്തിയില്ലല്ലോ എന്ന് ജനങ്ങൾ പറഞ്ഞു എന്ന വാചകം വലിയ തോതിലൊരു ക്യാമ്പയിൻ മെറ്റീരിയൽ ആയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുണ്ടാവും, നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ടാവും, സർക്കാരിന് അനുകൂലമായി സംസാരിക്കുന്നവരുണ്ടാവും, എതിർത്ത് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ഇതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ സാംസ്കാരിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണോ നിങ്ങൾ കാണുന്നത്? തീർച്ചയായിട്ടും അഭിലാഷേ, ഞാൻ പ്രകാശ് മാഷ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് സംസാരിക്കട്ടെ. പ്രിയപ്പെട്ട പ്രകാശ് മാഷേ, ഭരണമില്ലാത്ത 10 വർഷം അത് ഞങ്ങളുടെ സുവർണ കാലഘട്ടമായിട്ടാണ് ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ വഴി തുറന്നു വന്നത് 10 വർഷത്തെ പിണറായി വിജയൻ ഭരണകൂടമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കൊട്ടിഘോഷിക്കപ്പെട്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആഡംബര നവകേരള യാത്രയെ ഞങ്ങൾ കാസർഗോഡ് മുതൽ ഞങ്ങളുടെ കുട്ടികൾ KSUക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും പ്രതിരോധിച്ചപ്പോൾ DYFIക്കാരനും പോലീസുകാരനും രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്ക് തലയ്ക്കടിച്ച് പൊട്ടിച്ചപ്പോൾ അങ്ങ് തിരുവനന്തപുരം വരെ പ്രതിഷേധത്തിന്റെ ഒരു മാലപ്പടക്കം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങൾ ഭരണത്തിന്റെ പുറത്തു നിന്നതുകൊണ്ടാണ്. ജനകീയ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തത് ഭരണത്തിന്റെ പുറത്തുള്ളത് കൊണ്ടാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ 4 കോർപ്പറേഷൻ പിടിക്കും, ജില്ലാ പഞ്ചായത്ത് പകുതിയോളം ഞങ്ങൾ പിടിക്കും, ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തും 70% പിടിക്കുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താനുള്ള രാഷ്ട്രീയ പണി ഞങ്ങൾ എടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഭരണമില്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഗുണകരമാണ്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി പറയട്ടെ പ്രകാശ് മാഷേ. പാർട്ടിയെ ജനങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞ് ഒരു വയോധികനായ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു പുസ്തകം എഴുതിയ സാഹചര്യം ചരിത്രത്തിലാദ്യമല്ലേ. നിങ്ങൾ സച്ചിമാഷ് വിട്ടേക്കൂ, സാറ ജോസഫിനെ വിട്ടേക്കൂ, ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനകത്തുള്ള പയ്യന്നൂർ പോലെയുള്ള പാർട്ടി ഗ്രാമത്തിനകത്തുള്ള സഖാവ് കുഞ്ഞികൃഷ്ണൻ പുസ്തകം എഴുതുന്നു. 4 വർഷക്കാലം പാർട്ടിക്കകത്ത് സഖാവ് ധനരാജിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടി പിരിച്ച പണം വകമാറ്റി എന്ന് ഹൃദയവേദനയോടുകൂടി പാർട്ടി കമ്മിറ്റിയിൽ പിണറായി മുതൽ താഴെ തട്ട് വരെ പലവട്ടം ആവർത്തിച്ചിട്ടും മറുപടി കിട്ടാതായ സമയത്ത് ഒരു പുസ്തകം എഴുതി ജനങ്ങളിലേക്ക് തുറന്നു വെച്ച ഒരു സമീപകാല ചരിത്രം എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെയും നിങ്ങൾ ചെയ്യുന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് പ്രതീകാത്മകമായി പടകം പൊട്ടിച്ചുകൊണ്ട് നാളെ നിങ്ങളെ ശരിയാക്കും എന്ന മെസ്സേജ് കൊടുക്കുന്നു. പ്രകടനം നടത്തിയവനെ തല്ലിച്ചതയ്ക്കുന്നു. ഇതാണ് ഭരണം നിങ്ങൾക്ക് സമ്മാനിച്ചത്. രക്തസാക്ഷി കുടുംബം ഒന്നൊന്നായിക്കൊണ്ട് കോൺഗ്രസിലേക്കും മറ്റു പാർട്ടികളിലേക്കും ചേരുന്നു. ഇതുപോലെ ചാനൽ ചർച്ചകളിൽ വന്നുകൊണ്ട് ദീർഘകാലമായി ന്യായീകരിച്ച് പണി ബുദ്ധിമുട്ടിയ സമയത്ത് പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് ഈ ഭരണത്തിന്റെ റിസൾട്ട് എന്ന് പറയാവുന്നതാണ്. അത് കേരളത്തിലെ സാധാരണക്കാരൻ കാണുന്നു. സ്വാഭാവികമായി ഞാൻ നേരത്തെ ശ്രീ പ്രേംകുമാർ തിരുത്തി പ്രതിഫലനമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തിരുത്തി. പ്രിയപ്പെട്ട പ്രേംകുമാർ, ആ പ്രതിഫലനമാണ്. പാർട്ടിക്കകത്ത് പല തരത്തിലുള്ള ആളുകളുണ്ട്, പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്. ഒന്നും കിട്ടാതെ ഈ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിക്കാരുണ്ട്. അവരാണ് ഈ പാർട്ടിയുടെ ശക്തി. അവരാണ് പറയുന്നത് പാർട്ടി തിരുത്തണം എന്ന്. ആ തിരുത്തലിന്റെ ശബ്ദം അവർ പറയുമ്പോൾ അവരെ കേൾക്കാതെ ന്യായീകരിക്കാൻ പുറപ്പെടുന്ന ആളുകൾ പാർട്ടിയുടെ ഗുണഭോക്താക്കളാണ്. ആ ഗുണഭോക്താക്കളുടെ പട്ടിക വളരെ വലുതായി വരുമ്പോഴാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ന്യായീകരിക്കാൻ വരുന്നത്. പിണറായി വിജയന്റെ ഭരണകൂടം 10 വർഷം തുടർന്ന് 15ാമത്തതിലേക്ക് പോകരുതെന്ന് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ഒരാൾ പറയുമ്പോൾ 96 മുതൽ അയാൾ 10 വർഷം നേടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ആയിക്കൂടെ എന്ന്
എന്ന വരട്ട് തത്വവാദ ന്യായീകരണമാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ഒരു പുതിയ പൊളിറ്റിക്സ് ഞങ്ങൾ എപ്പോഴും പറയുന്നു, 10 വർഷക്കാലം ഭരണത്തിന്റെ പുറത്തു നിന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഒരു പുതിയ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മോചനയാത്ര തുടങ്ങിയ പേരുകളിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പുതുയുഗ യാത്ര ഞങ്ങൾ നടത്തുന്നത്. പ്രിയപ്പെട്ട പ്രകാശം മാഷും പ്രേംകുമാറും ഒക്കെ കേരളത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് കണ്ണോടിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് LSS USS സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ സാധിക്കാത്ത, വർഷങ്ങളായി കൊടുക്കാത്തവർ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തി എന്ന് പറയുന്നത്. പൂട്ടിയിട്ട സ്കൂളുകളുടെ കണക്ക് ചോദിച്ചപ്പോൾ അങ്ങനെ കണക്ക് പുറത്തുവിടാത്ത ഒരു സർക്കാർ ആയിക്കൊണ്ട് ഈ സർക്കാർ മാറുന്നു. മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് പോകാം. നൂലും സൂചിയും ഇന്നും വാങ്ങേണ്ട ആരോഗ്യരംഗമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. വ്യവസായ രംഗത്ത് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. ആൾട്ടർനേറ്റീവ് ഇല്ലാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഗതാഗത രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇതൊന്നും സാധിക്കാത്ത ഒരു ഗവൺമെന്റ് എപ്പോഴും പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ചില ആളുകൾക്ക് തടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നത് തിരുത്തണം സഖാവേ, തിരുത്തണം സഖാവേ. അത് തിരുത്താതെ നിങ്ങൾ വീണ്ടും ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വിജയമാഷ് പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. വിജയമാഷ് കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ തന്നെ ഉണ്ടാകും. സച്ചിദാനന്ദ മാഷ് നിങ്ങൾ എത്രത്തോളം, സാറാ ജോസഫിനെ നിങ്ങൾ എത്രത്തോളം ആക്ഷേപിച്ചാലും അവരുയർത്തിയ ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ടാകും. അത് സാധാരണക്കാരന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ, ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് ബംഗാളിനെ പോലെ ത്രിപുരയെ പോലെ ആവരുത് എന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവരുത് എന്ന് തന്നെയാണ്. അതിന് തുടർ ഭരണം നിങ്ങളെ ദുഷിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വയം വിലയിരുത്തി തിരുത്താനുള്ള സമയമാണ്. വീടിനകത്തേക്ക് പോയി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയത് എന്ന് ഗോവിന്ദ മാഷ് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മോശകരമായ അവസ്ഥ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ശ്രീ പ്രേംകുമാർ, ഇപ്പോ എന്നെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തണേ എന്ന് കെ സച്ചിദാനന്ദൻ പറഞ്ഞതുകൊണ്ടല്ല അദ്ദേഹത്തെ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. അദ്ദേഹം അക്കാദമി പ്രസിഡന്റ് ആയിരുന്നാൽ കൊള്ളാം, അത് അക്കാദമിക്ക് ഒരു ശ്രേയസ്കരമായ കാര്യമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇരുത്തിയിരിക്കുന്നതാണ്. അതുപോലെ DC KLFന്റെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തെ തന്നെ ഇരുത്തിയിരിക്കുന്നത് അദ്ദേഹം എന്നെ ഇതാക്കൂ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ, അദ്ദേഹം അങ്ങനെ ഇരിക്കണം എന്ന് അവർ തീരുമാനിച്ചതുകൊണ്ടാണ്. ഇത്രയും പുസ്തകങ്ങൾ എഴുതിയ ആളല്ലേ, ആ പുസ്തകത്തിന്റെ റോയൽറ്റി മാത്രം മതി ജീവിക്കാൻ. അല്ലാതെ ഇപ്പോൾ സർക്കാരിന്റെ ഇന്നോവ കാർ ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ആളൊന്നും അല്ലല്ലോ കെ സച്ചിദാനന്ദൻ. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ പാർട്ടി മുടിഞ്ഞു പോണേ എന്ന അർത്ഥത്തിലല്ലല്ലോ, തുടർച്ചയായി ഭരിച്ച് ഇതിന്റെ ഇടതുപക്ഷ ക്യാരക്ടർ നഷ്ടപ്പെടുന്നു. അതത് പ്രതിപക്ഷത്തിരുന്ന് ഊർജ്ജസ്വലമായ പാർട്ടിയായി 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ എന്ന അർത്ഥത്തിൽ പറഞ്ഞതായി എന്തുകൊണ്ട് കണ്ടുകൂടാ? തീർച്ചയായും അഭിലാഷ് പറഞ്ഞ കറക്റ്റാണ്. സച്ചിദാനന്ദ മാഷ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്നാൽ കേരളത്തിനും സാഹിത്യ അക്കാദമിക്കും അത് യശസ്സാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ KLFന്റെ ഡയറക്ടർ ആയിരുന്നാൽ KLFനും കേരളത്തിനും നല്ലതാണെന്ന് DC ഫൗണ്ടേഷന് ബോധ്യമുള്ളതുകൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്നതാണ്. കുറച്ചു കാലം സച്ചിദാനന്ദ മാഷ് അവിടെ തുടരുന്നതുകൊണ്ട് അതിന് യശസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ LDFനെയും പിണറായി വിജയനെയും കേരളത്തിലെ ജനങ്ങൾ, ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ആരെ ഇരുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അല്ലാതെ ഇവർ പറയുന്ന സാധനം നോൺസെൻസ് ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് നോൺസെൻസ് ആണ്. അഭിലാഷ് പറഞ്ഞ പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്, പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നുള്ള കൊട്ടേഷൻ, ആ സ്റ്റേറ്റ്മെന്റ് സത്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ഡെമോക്രസിയിലും ഗ്ലോബൽ ഡെമോക്രസിയിലും 5 വർഷം കഴിഞ്ഞാൽ ഇലക്ഷൻ എന്നുള്ളത്. ആ ഇലക്ഷൻ സമയം വരുമ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ കേരളത്തിലെ ആദ്യത്തെ 5 വർഷം LDF ഭരിക്കുക, അത് കഴിഞ്ഞിട്ട് LDF അങ്ങ് വിട്ടുകൊടുക്കുക, UDF ഭരിക്കുക, പിന്നെ LDF ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ഷന്റെ ബേസിക് ലോജിക്കിനെയാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇലക്ഷൻ, ഡെമോക്രാറ്റിക് ഇലക്ഷൻ എന്നുള്ളതിന്റെ ലോജിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിനോട് നിജേഷിനും അംഗീകരിക്കാൻ പറ്റില്ല. 2016 കോണ്ടെക്സ്റ്റിൽ വെച്ചാൽ സച്ചിദാനന്ദ മാഷ് ഇന്ന് പറഞ്ഞ ലോജിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചു, ഇനി വേറൊരാളാണ് ഭരിക്കേണ്ടത്, LDF ആണ് ഭരിക്കേണ്ടത്. നിജേഷ് സമ്മതിക്കോ? കർണാടകത്തിൽ ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ സച്ചിദാനന്ദ മാഷ് ലോജിക്ക് വെച്ചാൽ അടുത്ത തവണ കോൺഗ്രസ് അല്ലാത്ത ആൾ വരണം. അംഗീകരിക്കോ? മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞതല്ല, ജനങ്ങൾ VD സതീശൻ അല്ലെങ്കിൽ UDFനെ തെരഞ്ഞെടുക്കട്ടെ എന്ന ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് നോൺസെൻസ് ആണ് ഞാൻ പറയുന്നത്.
അതായത് യു ഡി എഫിനെ തെരഞ്ഞെടുക്കേണ്ടതിന്റെ ലോജിക്ക് എന്താ പറയേണ്ടത്? അതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായ കാര്യം സച്ചിമാഷ് പറഞ്ഞതിൽ. എൽ ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്ത ഇന്ന വൃത്തികെട്ട കാര്യങ്ങൾ, കേരളത്തിന്റെ ഡെവലപ്മെന്റ് ആവട്ടെ, ഇവിടുത്തെ സാംസ്കാരിക കോണ്ടെക്സ്റ്റ് ആവട്ടെ, ഇവിടുത്തെ കമ്മ്യൂണൽ ഹാർമണിയുടെ കോണ്ടെക്സ്റ്റ് ആവട്ടെ, ഒന്നും ഡെവലപ്മെന്റ് ആവട്ടെ എന്തെങ്കിലും മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എൽ ഡി എഫിന്റെ ഭരണം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. യു ഡി എഫ് ഇതിനേക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വലിയൊരു തിയറി പറയാണ്, തുടർ ഭരണം ഭരണത്തെ ദൂഷിപ്പിക്കും. ഇത് എന്ത് പോലെയാണെന്ന് അറിയോ? ഇവാൻ ഇലിച്ചിന്റെയും പൗലോ ഫ്രയറിന്റെയും തിയറി എടുത്തു വെച്ചാൽ സ്കൂളുകൾ എന്നുള്ളത് കുട്ടികളിലെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നതാണ്. ഞാനും നിജേഷും അതിനോട് യോജിക്കുന്നുണ്ട്. എന്ന് കരുതി അതിന്റെ പരിഹാരം സ്കൂളുകൾ പൂട്ടുക എന്നുള്ളതല്ലല്ലോ, സ്കൂളുകളെ ക്രിയേറ്റീവ് സ്പേസ് ആക്കുക എന്നുള്ളതാണ്. നിരന്തരം തിരുത്തുകയും അഴിമതി ഇല്ലാതാവുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം അറിയോ? ബംഗാളിൽ ഏതെങ്കിലും ഒരു മന്ത്രി അഴിമതി നടത്തിയതിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്കറിയോ? ത്രിപുരയിൽ ഏതെങ്കിലും ഒരു CPM മന്ത്രി അഴിമതി നടത്തിയതിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുന്ന അറിയോ? കേരളത്തിൽ ഈ 10 വർഷം ഭരിച്ചിട്ട് കുറെ ബഹളം ഉണ്ടായി എന്നല്ലാതെ ഏതെങ്കിലും ഒരു LDF മന്ത്രിക്കെതിരെ ഒരു പരാതിയെങ്കിലും, ഒരു അഴിമതി ആരോപണമെങ്കിലും തെളിയിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ സകലമാന അന്വേഷണ ഏജൻസികൾക്കോ പറ്റിയിട്ടുണ്ടോ? അപ്പം അഴിമതി ഇല്ലാതിരിക്കാനും ദുർവിനിയോഗം ഇല്ലാതിരിക്കാനും ഇഫക്റ്റീവായി ഗവർണൻസ് നടത്താനുള്ള കാര്യങ്ങൾ നടത്തുകയാണ് ഇടതുപക്ഷം വേണ്ടത്. അല്ലാതെ ബംഗാളിൽ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ട് അതിന്റെ പരിഹാരം കണ്ടിന്യൂസ് ആയി വരാതിരിക്കുക എന്നല്ല. അതിനേക്കാൾ ഏറ്റവും പ്രധാനം, കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ, എല്ലാ സർക്കാരുകളും 5 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ആലോചിച്ചിരുന്നത്. അതിന് മാറ്റം വന്നത് 1ാം പിണറായി സർക്കാർ മുതലാണ്. 10, 15, 20 വർഷത്തേക്കുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അത് സകല മേഖലകളിലും ഇവിടെ കാണാനുണ്ട്. കറപ്ഷൻ എന്നുള്ളത് ഇത്തരം തെളിവുകൾ വെച്ചിട്ടാണ് പറയേണ്ടത്. ഇതിന് വേറൊരു കാര്യം എന്താ അറിയോ? അശോകൻ ചെരുവിൽ ഇന്ന് TV കാരോട് പറയുണ്ടായിരുന്നു, സച്ചിദാനന്ദ മാഷ് ഡൽഹിയിൽ താമസിക്കാൻ തീരുമാനിച്ച സച്ചിമാഷ് കോവിഡ് സമയത്താണ് കേരളത്തിലെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് കേരളത്തിലാവാന്ന് തീരുമാനിച്ചതെന്ന് അശോകൻ ചെരുവിനോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് കേരളം നൽകുന്ന സോഷ്യൽ സെക്യൂരിറ്റി. ഇവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്, എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, അത് ജനങ്ങൾ കമ്പയർ ചെയ്യട്ടെ. LDF പഴയ കാലം 2011 മുതൽ 16 വരെയുള്ള കാര്യം, ഇപ്പം അധികാരമില്ലാത്ത കാലത്തെ UDF ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലവും അതിനുശേഷമുള്ള കാലവും നിങ്ങൾക്കറിയോ? 10 വയസ്സുള്ള കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേരളത്തിൽ അറിയില്ല. ചോർന്നൊലിക്കുന്ന സ്കൂളുകൾ എന്താണെന്ന് അറിയില്ല. വൈകി വരുന്ന പുസ്തകങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ഓരോ സാധാരണക്കാരനും അനുഭവിക്കുന്ന മൂർത്തമായ സാഹചര്യങ്ങൾ കമ്പയർ ചെയ്ത് അവർ തീരുമാനിക്കട്ടെ. അതിന്റെ മേലെ കയറിയിട്ട് തിട്ടൂരം പറയാൻ ആരാണ് സാംസ്കാരിക നായകർ? അത് സച്ചിദാനന്ദനല്ല, UK കുമാരനല്ല, ജോയ് മാത്യു അല്ല, കാരശ്ശേരി അല്ല, ആരായിരുന്നാലും അവർക്ക് അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ല എന്നുള്ളത് അവർ തിരിച്ചറിയണം. രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും പദ്ധതികൾ മുന്നോട്ട് വെച്ചോട്ടെ, ജേർണലിസ്റ്റുകൾ കാര്യങ്ങൾ ചോദ്യം ചെയ്തോട്ടെ. അല്ലാതെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നായകന്മാരെന്നുള്ളത് അവരുടെ പ്രസക്തി, അവരെ കേൾക്കുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കുറയുകയാണ്. താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഇവരെ അറിയില്ല, പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് ഇവരെ അറിയില്ല. അറിയാത്തത് ഇവർ ഈ മാതിരി നോൺസെൻസ് നിരന്തരം പറയുന്നതുകൊണ്ടാണ്, നാർസിസിസ്റ്റുകളാവുന്നത് കൊണ്ടാണ്. മാർക്സിസ്റ്റുകളല്ല, നാർസിസിസ്റ്റുകളാവുന്നതുകൊണ്ടാണ്. ശരി, ശ്രീകുമാർ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് M സ്വരാജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ M സ്വരാജ് ജയിക്കണം എന്ന നിലപാടെടുത്തുകൊണ്ട് ധാരാളം സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ആ സമയത്ത് വലിയ പരിഹാസമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ സൈബർ അണികളുടെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് നേരെ ഉണ്ടായത്. ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന മട്ടിൽ. അവരൊന്നും നിലമ്പൂരിലെ വോട്ടർമാരും ആയിരുന്നില്ല, അത് വേറെ വിഷയം. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ UDF അനുകൂലമായിട്ടാണ്, ഭരണമാറ്റത്തിന് അനുകൂലമായിട്ടാണ്, മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വാഗതവും CPM ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും എതിർപ്പും ഉണ്ടാവും. എന്നുള്ളതിനപ്പുറത്ത് ഇതൊക്കെ ആർക്ക് ഗുണകരമായി എന്തു പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ? നോക്കൂ ശ്രീ അഭിലാഷേ, ഞാനിതിൽ വലിയ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. അതായത് കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് ഇപ്പോൾ വലിയ വിലയില്ല എന്ന് അന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോകുമ്പം പറയാത്തവർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കാലത്തിനനുസരിച്ച് അവസരവാദപരമായ കാര്യങ്ങൾ പറയുന്നത് വേറെ, അത് വീക്ഷണചാഞ്ചല്യം അല്ല കേട്ടോ, അത് അവസരവാദമാണ്. രണ്ടാമത്തെ കാര്യം, സച്ചിദാനന്ദ മാഷ് എന്തുകൊണ്ടാണ്, സാറ ടീച്ചർ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, തുടർഭരണത്തിന് അവരെതിരല്ല. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ തുടർഭരണം അച്യുതമേനോൻ്റെ തുടർഭരണമാണ്. അച്യുതമേനോനല്ല മുഖ്യമന്ത്രിയായത്. പിന്നെ ആ തുടർഭരണത്തിൽ കരുണാകരൻ വന്നു, വാസുദേവൻ നായർ വന്നു, CH വന്നു, ഒരുപാട് പേര് വന്നു. നേരെ മറിച്ച് ഒരാൾ മാത്രം തുടർഭരണത്തിൻ്റെ അധിപനായി വരികയും അതൊരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ദുഷിച്ച പ്രവണതയെ ചോദ്യം ചെയ്യാൻ പാർട്ടി സെക്രട്ടേറിയറ്റിലോ പാർട്ടിയിലോ ആളില്ലാത്തതുകൊണ്ട് സഹയാത്രികർ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്ത 2 സഹയാത്രികർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നവർ പല പാർട്ടിയിലേക്കും പോയി.
ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കെ ശൈലജ ടീച്ചർ ഇന്ന് പറഞ്ഞു, സച്ചിദാനന്ദ മാഷ് പറഞ്ഞതല്ല പാർട്ടിയുടെ ജനങ്ങൾ പറയുന്നത്. ടീച്ചറുടെ തൊട്ടപ്പുറത്തിരുന്ന ആരാന്നറിയാമോ? ജോസ് കെ മാണിയാ. ജോസ് കെ മാണിയുടെ പിതാവിനെ KM മാണിക്കെതിരെ ഒരു ഘട്ടത്തിൽ ഈ CPM ഇടതുപക്ഷക്കാർ കൊണ്ടുവന്ന ആക്ഷേപം എന്താണ്? ആ ആക്ഷേപം എല്ലാം വിഴുങ്ങിക്കൊണ്ട് അതേ ശൈലജ ടീച്ചറെ സച്ചിദാനന്ദം പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തുടർഭരണം എന്ന് പറയുമ്പോൾ ആ തുടർഭരണത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ട് ഇനി UDF ആണ് വരേണ്ടത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ സന്തോഷിക്കുകയല്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് സച്ചിദാനന്ദ മാഷോ കാരശ്ശേരി മാഷോ ആര് പറഞ്ഞാലും ശരി, ജനങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ട്. ആശുപത്രിയിൽ പോയൊരു പെൺകുട്ടിയുടെ 14-13 വയസ്സുള്ള പെൺകുട്ടിയുടെ കൈയറ്റുപോയി. ആ കൈയറ്റുപോയ ചരിത്രമാണ് കേരളം കേട്ടത്. ആ കുഞ്ഞിനൊരു കൈ വെക്കാൻ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ആരോഗ്യമന്ത്രിക്കോ പറ്റിയില്ല. കൊടുത്തത് പ്രതിപക്ഷ നേതാവിനാണ്. അല്ലേ? പ്രതിപക്ഷ നേതാവല്ലേ കൊടുത്തത്? അത് സാഹിത്യകാരൻ കാണും. ഒരു പെൺകുഞ്ഞിൻ്റെ കണ്ണുനീര് കാണും സാറ ടീച്ചറും സച്ചിദാനന്ദ മാഷും. അതവർ പറയില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവരത് സൂചന നൽകും. എന്ത്? ഈ ഭരണം ദുഷിച്ചതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശുപത്രിയിൽ പോയാൽ ജീവനോടെ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ, ശ്രദ്ധിക്കാൻ പോലും ആളില്ലാത്ത കാലത്ത് ഈ ദുഷിച്ച പ്രവണത ഇല്ലാതാക്കാൻ കുറച്ചു കാലം ഒരു പ്രതിപക്ഷത്തിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അപരാധമായിട്ട് കാണരുത്. സച്ചിദാനന്ദ മാഷ് CPM കുറ്റം പറഞ്ഞിട്ടില്ല. സച്ചിദാനന്ദ മാഷ് CPI കുറ്റം പറഞ്ഞിട്ടില്ല. സാറ ടീച്ചർ LDF-നെയോ CPM കുറ്റം പറഞ്ഞിട്ടില്ല. സാറ ടീച്ചർ പറഞ്ഞത് തുടർഭരണത്തിന് കൊടുത്തത് LDF-നാണ്, പിണറായി വിജയൻ അല്ലെന്നാണ് സാറ ടീച്ചർ പറഞ്ഞത്. വ്യക്തിപൂജ CPM വന്നില്ലേ? പിണറായി വിജയൻ എന്ന കാരണഭൂതനെ കുറിച്ച് പാട്ടെഴുതിയില്ലേ? എത്ര പാട്ടുകൾ വന്നു? എന്നെക്കുറിച്ചൊരു പാട്ടെഴുതിയാൽ നിങ്ങൾക്കെന്താ പത്രക്കാരെ എന്ന് ചോദിച്ചില്ലേ പിണറായി വിജയൻ? അവിടെ തുടങ്ങിയ അധപ്പതനം. അതാണ് സച്ചിദാനന്ദ മാഷ് ചോദ്യം ചെയ്തത്. ഇവിടെ എഴുത്തച്ഛൻ പുരസ്കാരം, ഞാൻ അവസാനത്തെ മാത്രം പറയാം, എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു KG ശങ്കരപ്പിള്ളയ്ക്ക്. ആ പുരസ്കാരം കൊടുക്കാൻ വേണ്ടി സാഹിത്യ അക്കാദമി ഒരു നോട്ടീസ് അടിച്ചിറക്കി. ആ നോട്ടീസിലെ മുഖ്യമന്ത്രിയുടെ പടം ചെറുതായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് വലുതാക്കിയടിച്ചു 2 മാസം മുമ്പ്. അതാണ് ഏകാധിപത്യ പ്രവണത എന്ന് പറയുന്നത്. അത് ഒഴിവാക്കണം എന്നുള്ളൊരു സാഹിത്യകാരൻ്റെ ആഗ്രഹമല്ലേ? അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ DYFIക്കാർക്കാണെങ്കിലും SFIക്കാർക്കാണെങ്കിലും മഹിളകൾക്കാണെങ്കിലും ഈ തുടർഭരണം കൊണ്ട് എന്ത് നേട്ടം എന്ന് വെച്ചാൽ, DYFI എന്ന് വെച്ചാൽ യുവാക്കളുടെ സംഘടനയാണ്. തൊഴിലില്ലായ്മ പെരുകുകയല്ലേ? SFI അവർ സമരം ചെയ്ത സ്വാശ്രയ കോളേജിനെതിരെയല്ലേ? മറ്റേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവണതകൾക്കെതിരെയല്ലേ? അതെല്ലാം UDF കൊണ്ടുവന്ന ശരിയാണെന്ന് പറഞ്ഞില്ലേ ഈ സർക്കാർ? അപ്പോൾ സാഹിത്യകാരന്മാർ പറയും യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ദുഷിച്ച ഭരണം വരുമ്പോൾ, ദുഷ്ഭരണം വരുമ്പോൾ, ആ ദുഷിച്ച ഗന്ധം വരുമ്പോൾ യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റെ ഗന്ധം വരും. അത് എവിടുന്നാണ് വരിക? അത് പ്രതിപക്ഷത്തു നിന്നാണ് വരിക. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിച്ച് തിരുത്താൻ ജാഗ്രത പാലിക്കാൻ ഗോവിന്ദ മാഷിക്ക് പറയാമെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്കും പറയാൻ കഴിയണം. അപ്പൊ ഗോവിന്ദ മാഷ അഭിപ്രായമല്ല ശൈലജ ടീച്ചർക്ക്, ശൈലജ ടീച്ചറുടെ അഭിപ്രായമല്ല വേറെ ചിലർക്ക്. അങ്ങനെ വരുമ്പോൾ തുടർഭരണം എന്നാൽ അതൊരു വ്യക്തിക്കുള്ള തുടർഭരണമാണെന്ന് കണ്ടതാണ് കേരളത്തിലെ പ്രശ്നം. അതിനെ എഴുത്തുകാർ എത്ര കാലം എതിർക്കുന്നുവോ അത്രയും നല്ലതാണ്. ഇത് എഴുത്തുകാർ മാത്രമല്ല, എതിർത്തിട്ടുണ്ടല്ലോ. ചില കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കാര്യങ്ങളാണെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ഓക്കെ, ശ്യാംപ്രകാശ് മാസ്റ്റർ നേരത്തെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പെട്ടെന്ന് സമയം ഒരുപാട്. അല്ല, ഒറ്റ കാര്യം അഭിലാഷേ, അവർ പെട്ടെന്ന്, അതായത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് ഇന്നോളം ഇടതുപക്ഷത്തിൻ്റെ കണ്ണിൽ പെടാതിരുന്ന MT വാസുദേവൻ നായരെ പിടിച്ചാക്കിയത്. MTയോട് AK ആന്റണി ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സാഹിത്യ അക്കാദമിയെ നയിക്കാം. ഒരു ഘട്ടത്തിൽ പോലും ഇടപെട്ടില്ല AK ആന്റണി. പക്ഷേ ഭരണം മാറി, ഇടതുപക്ഷ ഭരണം വന്നപ്പോൾ MDയെ പുറത്താക്കാൻ വേണ്ടി സെക്രട്ടറി ആയിരുന്ന KL മോഹനവർമ്മയുടെ കാണിച്ച ആ ഒരു ചില സമീപനമുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. അതാണ് ഇടതുപക്ഷം എന്നുകൂടി ആലോചിക്കുക നിങ്ങൾ സാഹിത്യ രംഗത്തെ. എന്തുകൊണ്ട് തുടർഭരണം എന്ന ചോദ്യത്തിന് ശ്രീ പ്രകാശ് മാഷ് അങ്ങ് നേരത്തെ അങ്ങയുടെ ഊഴത്തിൽ പറഞ്ഞു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരു കസ്റ്റഡി മരണം പോലും ഉണ്ടായിട്ടില്ലെന്ന്. സംസ്ഥാനത്ത് 17 കസ്റ്റഡി മരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ തന്നെ കണക്ക്. അതിൽ നെടുങ്കണ്ടത്തെ രാജ്കുമാർ മുതൽ മലപ്പുറത്തെ താമർ ജിഫ്രി വരെ പോലും ഒരാൾ പോലും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു വെടിവെപ്പ് പോലും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. 3 വെടിവെപ്പുണ്ടായി. നിലമ്പൂരിൽ കുപ്പു ദേവരാജനെയും അജിതയെയും കൊന്നു വെടിവെച്ചു കൊന്നു കേരള പോലീസ്. വൈത്തിരിയിൽ CP ജലീലിനെ വെടിവെച്ചു കൊന്നു. അതുപോലെ തന്നെ പാലക്കാട് അഗളിയിൽ 4 പേരെ വെടിവെച്ചു കൊന്നു, മാവോയിസ്റ്റുകളെ. അപ്പോൾ കസ്റ്റഡി മരണവും ഉണ്ടായിട്ടുണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ്സും ഉണ്ടായിട്ടുണ്ട്. എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ്സിന്റെ ദേശീയ തലത്തിൽ വലിയ തോതിൽ എതിർക്കുന്ന പാർട്ടിയാണ് CPM. പക്ഷേ ഇന്ത്യയിൽ CPM അധികാരത്തിലുള്ള ഒരേ ഒരു സംസ്ഥാനത്ത് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ്സ് ഈ സർക്കാരിന്റെ കാലത്ത് 3 നടന്നത്. 3 തവണ. അതിൽ എത്ര പേര് മരിച്ചു എന്നുള്ളത് ഞാനിപ്പോൾ കണക്ക് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ്.
ഇവിടെ UDFന്റെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കളവിനെ മാത്രമേ ആശ്രയിക്കാനാവൂ എന്നുള്ളതാണ് ഈ ചർച്ചയിൽ വ്യക്തമാകുന്ന കാര്യം. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച സുസ്ഥിര വിദ്യാഭ്യാസ വികസനത്തിൽ കഴിഞ്ഞ 3 കൊല്ലക്കാലം നിതി ആയോഗ് ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് പറഞ്ഞത് കേരളത്തെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലേ? വ്യാവസായിക രംഗത്ത് 17ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം വ്യവസായ സൗഹൃദ സ്റ്റേറ്റിൽ ഇന്ന് 1ാമതാണെന്ന് പറഞ്ഞ് വേറെ ആരുമല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇന്ത്യയിൽ ഏതിപ്പോൾ പറഞ്ഞല്ലോ, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു കുട്ടിയുടെ കൈപോയ കാര്യം നിർഭാഗ്യകരം. പക്ഷേ അവയവമാറ്റം ആദ്യമായിട്ട് ആരംഭിച്ചത് LDFന്റെ ഗവൺമെൻറ്റാണ്. അതിനുവേണ്ടി ആശുപത്രി സ്ഥാപിച്ചത് LDFന്റെ ഗവൺമെൻറ്റാണ്. ഒരു കൊല്ലം 200 വൃക്കമാറ്റ ശസ്ത്രക്രിയ ആരംഭിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഒരു സർക്കാർ ആശുപത്രി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയമാറ്റം നടത്തിയിരിക്കുന്ന കേരളത്തിലാണ്. ഇതെല്ലാം LDF ഗവൺമെൻറ് നേട്ടമാണെന്നുള്ളത് എങ്ങനെ പറയാതിരിക്കുന്നത്? താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി എപ്പോൾ വന്നതാ? ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്തത് നിങ്ങൾ ചോദിക്കൂ പിന്നെ നമ്മുടെ നാഷണൽ PSCയോട്. അവർ പറയും ഏറ്റവും ഏറെ ആളുകൾക്ക് PSC നിയമനം കൊടുത്ത സ്റ്റേറ്റ് ഈ കേരളമാണ്. നിങ്ങൾ കാണാൻ കഴിയും നിതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയർമാനാണ് നിതി ആയോഗ്. 24 കാര്യങ്ങളിൽ 1ാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ഈ കേരളത്തെയാണ്. നിങ്ങൾക്കത് കാണാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പൈസ പിരിഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വയനാടിന് വേണ്ടിയിട്ട് കോടികൾ പിരിച്ച് കണക്ക് പോലും വെക്കാത്ത പാർട്ടി, ഒരു കാലത്തും ഓരോ പൈസയുടെയും കണക്ക് വെക്കാത്ത പാർട്ടി, എത്രയോ പിന്നെ അഴിമതി ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കപ്പെട്ട പാർട്ടി, അവരാണ് ഞങ്ങളുടെ പാർട്ടിയെ പറ്റി പറയുന്നത്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നിലയ്ക്ക് ഞങ്ങൾ കണക്ക് വെക്കും, ആ കണക്ക് പറയും. ആ ജനങ്ങളോട് പറയുന്നതിന് ഞങ്ങൾ കൃത്യമായ നിലയ്ക്ക് താല്പര്യം എടുക്കാറുണ്ട്. കോൺഗ്രസ്സുകാർ ചരിത്രത്തിൽ പഠിക്കലും പിരിച്ച ഫണ്ടിന് കണക്ക് പറഞ്ഞായിട്ട് പറയട്ടെ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് പറയാൻ കഴിയട്ടെ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടാത്ത ഒറ്റ മന്ത്രിയുടെ പേര് പറയട്ടെ, കോൺഗ്രസിന്റെ ഒറ്റ മന്ത്രിയുടെ പേരിലല്ലോ. ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഒരാളെ സംബന്ധിച്ചും അഴിമതിയെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയുന്നില്ല. ഒരു മന്ത്രിക്കെതിരെയും കേസില്ല. നിങ്ങൾ കേരളത്തിലെ നേട്ടങ്ങളെ നിങ്ങൾ വിചാരിച്ചാലൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. എന്താണ് കേരളം ഇപ്പോൾ ആരോഗ്യരംഗം? ഈ സംസാരിക്കുന്ന ആളുടെ തൊട്ടടുത്തുള്ള ആശുപത്രി ഒന്ന് പരിശോധിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനം പരിശോധിക്കുക. 2011 മുതൽ 16 വരെയുള്ളത് പോലെയാണോ? ഏത് സ്ഥാപനം മെച്ചപ്പെട്ടിട്ടുണ്ട്? ജനങ്ങൾക്കതെല്ലാം അനുഭവവേദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ NHനെ പറ്റി പറഞ്ഞല്ലോ, NHനെ പറ്റി ആരംഭിച്ചത് ഈ ഗവൺമെൻറ് കാലത്തല്ലേ? 100 കണക്കിന് പാലങ്ങൾ ഇക്കാലത്ത് ഉണ്ടായില്ലേ? ഇവിടെ മലയോര ഹൈവേ ആരംഭിച്ചത് ഇക്കാലത്തല്ലേ? തീരദേശ ഹൈവേ ആരംഭിക്കുന്ന ഇക്കാലത്തല്ലേ? നിങ്ങൾ വികസനത്തിന്റെ ഒരു വസന്തകാലത്ത് കേരളം പിന്നിടുന്നു. നിങ്ങൾക്ക് ഭയമുണ്ട്, ഇനി തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ഇതെല്ലാം കണ്ട ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേറ്റു. അതുകൊണ്ട് ഗവൺമെന്റിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ചർച്ചയാക്കും. ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത അങ്ങ് ശ്രദ്ധിച്ചാണ്. ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ചാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് PSC ഒരു പരീക്ഷ നടത്തിയിരുന്നു. 3 കൊല്ലമായി റാങ്ക് ലിസ്റ്റ് തീരാൻ പോവാ. 1ാം റാങ്ക് വരെ ഒറ്റ ഒരാളെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. M റഷീദ എന്ന മലപ്പുറത്തുള്ള പെൺകുട്ടി എഴുതിയ പരീക്ഷയിലെല്ലാം 1ാം റാങ്കുകാരിയാണ്. PG ശേഷം MPhil എല്ലാം കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് ഉറുദുവിൽ 1ാം റാങ്കുകാരിയാണ്. 1ാം റാങ്കുകാരി ഒരു PSC പരീക്ഷ നടത്തിയിട്ട് ആ PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് വന്ന ആളെ നിയമിക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാർ. ഞങ്ങൾ ദേശീയ തലത്തിലെ ശരാശരി എടുത്താൽ നമ്പർ എടുത്തുകൊണ്ട് പോകാൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന അനുഭവവേദ്യമാവുന്ന കാര്യങ്ങളല്ലേ? മാതൃഭൂമി ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാം? ഇപ്പോൾ ഒരാൾ ഒരു പിന്നെ വഴിക്കൊരു കാല് മുട്ടിയിട്ട് വീണ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. അതൊരാളുടെ പ്രശ്നമാണ്. അത് ജനറലൈസ് ചെയ്യരുത്. ശരി, ഒരു കുട്ടിയുടെ കൈ പോയി, അതല്ല ജനറൈസ് ചെയ്യേണ്ടത്. അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതാണ് ഒരാൾക്ക് PSC കിട്ടിയില്ല. എന്താ ഒരാൾക്ക് PSC കിട്ടിയില്ലെന്നല്ല, കുട്ടിക്ക് PSC പരീക്ഷ PSC പരീക്ഷ നടത്തിയിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ സുഹൃത്തെ, ഞാൻ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെ PSC നിയമനത്തിൽ 62% പേർക്ക് PSC നിയമനം കൊടുത്തത് കേരളമാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് നിയമനങ്ങൾ നടത്തിയത് കേരളത്തിലാണെന്ന കണക്കിനെയല്ല ഞാൻ ചോദ്യം ചെയ്തത്. PSC ഒരു പരീക്ഷ നടത്തിയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാൻ വേണ്ടി PSC ഒരു പരീക്ഷ നടത്തിയിട്ട് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് 3 കൊല്ലമായി നിലവിലിരുന്നിട്ട് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കേവലം ഒരാളെ പോലും നിയമിക്കാൻ കഴിയാതെ ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മേനി പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാളുടെ നിയമനത്തിന്റെ പ്രശ്നമല്ല. ഒരു പരീക്ഷ നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് 3 കൊല്ലമായിട്ട് നിലവിലുണ്ടായിട്ട് ആ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാളെ പോലും നിയമിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്തിരുന്നിട്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ സംസാരിക്കപ്പെടുന്നത് നിങ്ങൾ മറ്റ് ഇവിടെ ഗവൺമെന്റിനായിട്ട് വർത്തമാനം പറയുമ്പോൾ ഒറ്റ വാക്കൂലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്താ ഞാൻ പറയുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടാണ്
ഞാൻ പറയുന്നത് ഒരു PSC റാങ്ക് നിയമനം നടക്കാത്തല്ല വിഷയം നോക്കേണ്ടത്. ആയിരക്കണക്കിന് റാങ്ക് ലിസ്റ്റ് നിയമനം നടത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ. ഒരു നിയമനം നമ്മൾ ജനറലൈസ് ചെയ്യുന്നേ ഒരാൾക്ക് ജോലി കിട്ടാത്തതാണ് വിഷയം. PSC നിയമനത്തിൽ ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം കൊടുത്ത കേരളമാണ്. അതാണ് നിങ്ങളുടെ മകന് ജോലി കിട്ടിയത്, അതല്ല വിഷയം. നിങ്ങളുടെ മകന് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. ജോലി കിട്ടിയത് അത് നമ്മൾ കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ശരി, ഞാൻ ഒരാൾക്ക് നിയമനം കിട്ടാത്തതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു റാങ്ക് ലിസ്റ്റിന്റെയും അല്ല, അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാൻ വേണ്ടി പരീക്ഷ നടത്തിയിട്ട് ആ റാങ്കിന്റെ അവസ്ഥ എന്തായി, അതിലെ നിയമനത്തിന്റെ കാര്യം എന്തായി, അതിപ്പോ ലിസ്റ്റ് കഴിയാൻ പോകണല്ലോ, അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ചോദ്യത്തിലേക്ക് സമയമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിന് പോകുന്ന വേളയിൽ സാംസ്കാരിക നായകന്മാർ, മുമ്പ് ഇടത് സഹയാത്രികർ എന്ന് അവകാശപ്പെട്ടിരിക്കുകയോ അറിയപ്പെടുകയോ ചെയ്തിരുന്ന ആളുകളൊക്കെ മറിച്ച് ചിന്തിച്ചാൽ എങ്ങനെയാവും, ഏത് തരത്തിലാവും അത് ജനങ്ങളെ ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നു ഒരാൾക്കെങ്കിലും അഡ്വൈസ് ലഭിക്കാതെ ഒരു റാങ്ക് ലിസ്റ്റും റദ്ദാക്കാൻ PSCക്ക് കഴിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാം റാങ്കുകാർ, ഇതുവരെ ഒന്നാം റാങ്ക് കിട്ടിയിട്ട് നിയമനം കിട്ടാത്ത ആളുകൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് വിചാരിക്കാം. അവർക്ക് 3 കൊല്ലം കഴിഞ്ഞു, എന്നാൽ ഇനിയെങ്കിലും നിയമനം കിട്ടട്ടെ, ഈ വാർത്ത അല്ലെങ്കിൽ ചർച്ച ഒക്കെ വരുമ്പോഴെങ്കിലും എന്നും വിചാരിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം അവസാനിച്ചു. നമസ്കാരം.